പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നാണ് നമ്മൾ ഈ ചാനലിലൂടെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. നമ്മളിന്ന് ആദ്യമായിട്ട് +1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായ ചാപ്റ്ററാണ്. കുറേ കാര്യങ്ങൾ നമുക്കറിയാം. യൂണിറ്റ്സിനെ പറ്റിയും അളവുകളെ പറ്റിയെല്ലാം ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ട് വന്നതാണ് എല്ലാവരും അല്ലേ. അപ്പോൾ എന്തൊക്കെ യൂണിറ്റ്സ് നിങ്ങൾക്ക് അറിയാം? ലെങ്ത്തിനാണെങ്കിൽ നമ്മൾ പല യൂണിറ്റ്സും പറയാറുണ്ട് അല്ലേ. എന്തിനാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് പറയാം? ലെങ്ത്ത് മീറ്റർ എന്ന് പറയാം, സെൻറ്റിമീറ്റർ പറയാം, കിലോമീറ്റർ പറയാം, മില്ലിമീറ്റർ പറയാം. ഇങ്ങനെ പല യൂണിറ്റ്സും പറയാമെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതിൽ നമ്മൾ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നീളത്തിന് പറയുന്നത് ഒരു യൂണിറ്റ് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്? മീറ്ററാണ് നമ്മൾ ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മാസിന് നമുക്ക് കിലോഗ്രാം പറയാം, ഗ്രാം പറയാം, പിന്നെ മില്ലിഗ്രാം പറയാം. പക്ഷേ ഇതിൽ ഗ്രാം നമ്മൾ അടിസ്ഥാന യൂണിറ്റ് പറയുന്നത് കിലോഗ്രാമാണ്. അപ്പോൾ ടൈമിനാണെങ്കിൽ സെക്കൻഡ്, അവർ, മിനിറ്റ് എന്നെല്ലാം പറയാറുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ നമ്മൾ എന്താണ് അടിസ്ഥാന യൂണിറ്റ് പറയുക? സെക്കൻഡാണ് ടൈമിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും മനസ്സിലാക്കാം എന്താ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഈസ് കോൾഡ് യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും. ഈ യൂണിറ്റ് പലതരത്തിലുണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബേസ് യൂണിറ്റ്. പിന്നെ രണ്ടാമത്തതാണ് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അടിസ്ഥാനപരമായ യൂണിറ്റ്, അതായത് വേറൊന്നിനെയും ആശ്രയിക്കുന്നില്ല. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാം. എന്താ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റീസ് വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇങ്ങനെ തനിയെ നിൽക്കുന്ന ഇക്വേഷനൊന്നും ഇല്ലാണ്ട് തനിയെ നിൽക്കുന്ന യൂണിറ്റ്സിനെ നമ്മളെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ലെങ്ത്തിന് നമുക്ക് ഇക്വേഷൻ എഴുതുമോ? ഇല്ലല്ലോ. അപ്പോൾ മാസ് ആണെങ്കിൽ മാസ് മാത്രമായിട്ടൊരു ഇക്വേഷൻ ഇല്ല, ടൈമിന് മാത്രമായിട്ടൊരു ഇക്വേഷൻ ഇല്ല. അങ്ങനെ ഇക്വേഷനൊന്നും പെടാണ്ട് തനിയെ നിൽക്കുന്ന വേറൊന്നിനെയും ആശ്രയിക്കാണ്ട് തനിയെ നിൽക്കാൻ പറ്റുന്ന യൂണിറ്റാണ് ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ലെങ്ത്തും മാസും ടൈമെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൂടാണ്ട് നമുക്ക് അത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വേറെയും ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതായത് ഇക്വേഷനിൽ വരുന്ന ക്വാണ്ടിറ്റീസ് അല്ലേ. ലെങ്ത്തും ടൈമും യൂസ് ചെയ്ത് നിങ്ങൾക്ക്, അതായത് നീളവും സമയവും ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്പീഡ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു സമയം കുറച്ച് ടൈം എടുത്ത് നമ്മളൊരു ദൂരം കവർ ചെയ്യുകയാണ്, ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണ്, നമുക്ക് എന്താ പറയുക, ഇത്രയും സ്പീഡിൽ ഞാൻ അവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് അറിയാം, ടൈം അറിയാമെന്ന് നമ്മൾ സ്പീഡ് പറയും. അപ്പോൾ സ്പീഡിനൊരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ രണ്ടിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്തുണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തനിയെ നിൽക്കുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ ക്വാണ്ടിറ്റീസ്. ഇതാണ് തമ്മിൽ വ്യത്യാസം. അതേപോലെ ഈ തനിയെ നിൽക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അതേപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് നമ്മളെന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദ യൂണിറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന യൂണിറ്റിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ എക്സാമ്പിൾ പറയാം. ലെങ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് മീറ്റർ, ടൈമിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് സെക്കൻഡ്. അപ്പോൾ മീറ്ററും സെക്കൻഡും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വേറൊരു യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിറൈവ്ഡ് ആണ്. എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ മീറ്ററും സെക്കൻഡും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ യൂണിറ്റ്സിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിളാണ് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മീറ്റർ ആൻഡ് സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡിൻ്റെ യൂണിറ്റ്. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മീറ്ററും ഉണ്ട് സെക്കൻഡ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ രണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ അതിനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. അപ്പോൾ കിലോഗ്രാം ഉണ്ട്, മീറ്റർ ഉണ്ട്, സെക്കൻഡ്. അപ്പോൾ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വരുന്ന യൂണിറ്റ്സ് വരുന്ന എല്ലാം എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് മൊമെൻറ്റം, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഡിറൈവ്ഡ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പറയാം. എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി,
ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം. അതിൻ്റെ എല്ലാം യൂണിറ്റ്സ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എല്ലാം ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ?